വളപട്ടണം കവർച്ചാ കേസിലെ പ്രതി പിടിയിലായത് മോഷണം നടന്ന വീട്ടുടമ അഷ്റഫിന്റെ അയൽവാസി ലിജീഷ്. മോഷണം പോയ സ്വർണവും പണവും ലിജീഷിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. കഴിഞ്ഞ മാസം 20-നാണ് 1 കോടി രൂപയും 300 പവൻ സ്വർണവും കവർന്നത്. വിവരങ്ങളുമായി നിഖിൽ എ ആണ് ചേരുന്നത്. നിഖിൽ, ഏറെ ഞെട്ടിക്കുന്ന ഒരു മോഷണമായിരുന്നു ഈ ഒരു വളപട്ടണത്ത് നടന്നത്. അതിൽ പോലീസ് പലതരത്തിലുള്ള അന്വേഷണം, പലതരത്തിലുള്ള സംശയങ്ങൾ, അന്യസംസ്ഥാന തൊഴിലാളികളെ അടക്കം സംശയിച്ചു. എന്നാൽ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ, അയൽവാസിയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയിരിക്കുന്നു. അയൽവാസിയാണ് മോഷ്ടാവെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകാം. സ്വാതി, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നത് ഒരു സൂചന പോലീസിനുണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തായിരുന്നു പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണമാണ് ഇപ്പോൾ ഈ മോഷണം നടന്ന അഷ്റഫിന്റെ തൊട്ട് അയൽവാസിയായ ലിജീഷിലേക്ക് എത്തിയിരിക്കുന്നത്. ലിജീഷിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ 1 കോടി രൂപയും 300 പവനും അടക്കം കണ്ടെത്തി ഇന്നലെ രാത്രിയോടുകൂടി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബാക്കി മറ്റ് വിവരങ്ങൾ, ഇതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പറയുന്നതിനായി പോലീസ് ഇന്ന് ഒരു വാർത്താ സമ്മേളനം കൂടി വിളിച്ചിട്ടുണ്ട്. അതിലാണ് ഏത് തരത്തിലാണ് ഇയാൾ മോഷണം നടത്തിയത്, മാത്രമല്ല ഈ പോലീസ് നായ മണം പിടിച്ച് റെയിൽവേ ട്രാക്കിലൂടെയൊക്കെ ഓടി വളപട്ടണം പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ബോധപൂർവം ഈ പ്രതി നടത്തിയെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. മാത്രമല്ല ഈ പോലീസ് നായ മണം പിടിച്ച് ഓടുന്നതിനിടയിൽ ലിജീഷിന്റെ വീട് പരിസരത്തേക്ക് ആ ഇടവഴിയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെയാണ് പോലീസിനെ ഇങ്ങനെ പ്രതിയിലേക്ക് എത്തുന്നതിന് സഹായിച്ചത്. മാത്രമല്ല ആ വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളം ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ 16 വിരലടയാളങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ അതിലൊന്ന് മാത്രമാണ് ആ വീടുമായി അല്ലെങ്കിൽ ആ വീട്ടുകാരുടേതല്ലാത്തതായി ഉണ്ടായിരുന്നത്. മാത്രമല്ല പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിലും ഒരാൾ മാത്രം ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് പോലീസ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി ലിജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി നിഖിൽ.